ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും. ഒലിമ്പസാധ്യായത്തില് സുസ്ഥിര ജീവന ഘടകങ്ങൾ എന്നുള്ള അധ്യായത്തില് ഇന്നലെ 6ാമത്തെ പാഠമായിട്ടുള്ള മനുഷ്യന്റെ സാമൂഹിക പരിസ്ഥിതിയെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോ സാമൂഹ്യ പരിസ്ഥിതിയിൽ കേവല പശ്ചാത്തലം, അനുകൂല പശ്ചാത്തലം, വിസ്ഫോടന പശ്ചാത്തലം എന്നുള്ള 3 വിഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു. കേവല പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പാകത്തിലാണ് പ്രകൃതിയുടെ നിർമ്മിതി. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വിസ്ഫോടന പശ്ചാത്തലത്തിലാണ്. ഇതിനിടയിലുള്ള ഒരു ഒപ്റ്റിമം ലെവലിലാണ് അനുകൂല പശ്ചാത്തലം എന്നുള്ള അവസ്ഥ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് അതിന് ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് മനുഷ്യന്റെ സാമൂഹിക വിദ്യാഭ്യാസം എന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: Human social education is the conscious process of taming and adapting towards social integration. എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ വിദ്യാഭ്യാസം? മനുഷ്യന് അവന്റെ സമൂഹവുമായി അനുരൂപനത്തിലാകുവാനുള്ള അറിവും കഴിവും പകരുന്ന നിർദ്ധരണിയാണ് വിദ്യാഭ്യാസം. സഹജാവബോധത്തെയും ശേഷികളെയും ഉപയോഗിച്ച് പരിസരവുമായി അനുകൂലനം ചെയ്ത് അതിജീവനത്തിന് യുക്തനാക്കാൻ ഗുരുകുലങ്ങളിൽ പകർന്നിരുന്ന തദ്ദേശ ബോധനമാണ് മനുഷ്യന്റെ കേവല പശ്ചാത്തലം. ജിജ്ഞാസയും സഹജവാസനയും പാരമ്പര്യ ബോധനവുമാണ് ഇതിനടിസ്ഥാനം. ജന്മസിദ്ധികളെ പാടെ അവഗണിച്ച് പുതു ലോകക്രമ പരമാധികാര വ്യവസ്ഥയെ നിലനിർത്തുവാനുള്ള സ്ഥിതി വിവരങ്ങളും ശേഷികളും വഴി സർവകലാശാലകളിൽ ശീലിപ്പിക്കുന്ന സാർവലൗകിക സാങ്കേതിക ബോധനമാണ് വിസ്ഫോടന പശ്ചാത്തലം. അധികാരി കൽപ്പിച്ച സ്ഥിതി വിവരങ്ങളും സാങ്കേതിക ബോധനവുമാണ് ഇതിനടിസ്ഥാനം. ജന്മസിദ്ധികളെ നഷ്ടപ്പെടുത്താതെ അടിസ്ഥാന അതിജീവനത്തിന് പ്രാപ്തമാക്കുവാൻ സുസ്ഥിരതയുടെ അടിസ്ഥാന പ്രായോഗികതയെ ഹരിത ഗുരുകുലങ്ങളിൽ വെച്ച് സാങ്കേതിക പരിചയത്തിലൂടെ ആർജിപ്പിക്കുന്ന ഹരിത ബോധനമാണ് അനുകൂല പശ്ചാത്തലം. തദ്ദേശവും ബോധനവും പാരമ്പര്യ ബോധനവും സാങ്കേതിക പരിചയവുമാണ് ഇതിനടിസ്ഥാനം. സമഗ്രമായ ഹരിതബോധനം അഥവാ ഗ്രീൻ സ്കൂളിംഗ് കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് സുസ്ഥിരത സാധ്യമാവുകയുള്ളൂ. ഇതാണ് മനുഷ്യന്റെ സാമൂഹിക വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ സമൂഹത്തിലെ ഘടകങ്ങളെല്ലാം തമ്മിലുള്ള ഒരു പാരസ്പര്യം ഉണ്ടായിരിക്കും. ഞാൻ സമൂഹത്തിൽ നിലനിന്നു പോകണമെങ്കിൽ എനിക്ക് എന്റെ സമൂഹവുമായി ചേർന്നിണങ്ങി ഒരു ഏകീഭാവത്തിൽ പോകാൻ കഴിയണം. അപ്പോഴാണ് എനിക്ക് എന്റെ ജീവിതം എന്ന് പറയുന്നത് സുഗമമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയും. അപ്പൊ സമൂഹം മൊത്തത്തിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിധത്തിൽ പോകാൻ എനിക്ക് കഴിയണം. പക്ഷേ അങ്ങനെ എല്ലാവരും പോകുന്ന സമയത്ത് ഞാനും ആ വഴി പോകുമ്പോൾ എല്ലാവരും കൂടെ ഒരു പടുകുഴിയിലേക്ക് നീങ്ങുന്ന നാശാത്മകമായ വിസ്ഫോടനാത്മകമായ ഒരു വഴിയിലാണ് പോകുന്നതെങ്കിൽ അതിൽ നിന്നും തെല്ലി പുറകോട്ട് മാറി ആ വേഗത്തിൽ പോയി വിസ്ഫോടിതമായി ഇല്ലാതെയാകാൻ ശ്രമിക്കുകയല്ല വേണ്ടത് എന്നതാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടുന്ന കാര്യം. അപ്പൊ അതിന് ഏത് വിധമാണ് അതിന്റെ അനുകൂല പശ്ചാത്തലം, അതിന്റെ ഒപ്റ്റിമം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ അന്വേഷണം. അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇവിടെ പറയുന്നത് മനുഷ്യൻ അവന്റെ സമൂഹവുമായി അനുരൂപനത്തിനാകുവാനുള്ള അറിവും കഴിവും പകരുന്ന നിർദ്ധരണിയാണ് വിദ്യാഭ്യാസം. എല്ലാ ജീവികളും ജനിക്കുമ്പോൾ അവയ്ക്ക് അവരുടെ ധർമ്മത്തെ പാലിക്കാൻ പാകത്തിലുള്ള ശരീരഘടന ഉണ്ടായിരിക്കും. ആ ധർമ്മം പാലിക്കാൻ പാകത്തിലുള്ള അറിവും ശേഷിയും ജന്മസിദ്ധമായി അതിനകത്ത് ഉണ്ടായിരിക്കും. ആ അറിവും ശേഷിയും ജന്മസിദ്ധമായിട്ടുള്ളത് ഉപയോഗിച്ചുകൊണ്ട് തന്റെ പരിസരവുമായി അനുരൂപനത്തിലാകാൻ ആ സത്തയ്ക്ക് കഴിയുമ്പോഴാണ് ആ സത്തയ്ക്ക് ആ സമൂഹവുമായിട്ട് ചേർന്ന് ഇഴുകിപ്പോവാൻ കഴിയുക, ഫ്രിക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ അനുരൂപനം എന്ന് പറയാ, പൊരുത്തമാകൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ സംഭവിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ജന്മസിദ്ധമായി കിട്ടിയ ഫാക്കൽറ്റികളാണ്, ജന്മസിദ്ധ ശേഷികളാണ് അറിവും കഴിവും. ഈ അറിവും കഴിവും ജന്മസിദ്ധമായി ലഭിക്കുമ്പോൾ അതുപോലെ തന്നെ അതിന്റെ മുകളിലേക്ക് പുതിയ കുറച്ച് അറിവുകളും പുതിയ കുറച്ച് കഴിവുകളും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു അനുരൂപനം സാധ്യമാകുന്നത്.
ആ പുതിയതായി നൽകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതിന്റെ ഒരു ആൽഗരിതത്തെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ പലവിധം ബോധനങ്ങൾ, അതായത് ജനിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, അതിന്റെ പരിസരത്ത് നിന്നുമുള്ളതിനെ എങ്ങനെ എടുക്കണം, എങ്ങനെ ബോധ്യപ്പെടണം, എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ സംഭരിക്കണം, എങ്ങനെ അത് പുനരുപയോഗിക്കണമെന്ന് എന്റെ പരിസരവുമായി ചേർന്ന് പോകുവാനുള്ള, ഇപ്പോ ഒരു ചരിഞ്ഞ പ്രതലത്തിലാണ് ഞാൻ ജനിച്ച് വളർന്ന് പോകുന്നതെങ്കിൽ ആ ചരിഞ്ഞ പ്രതലത്തിലൂടെ നടന്നു പോകുവാൻ, യാത്ര ചെയ്യുവാൻ, അവിടെ നിന്നും വിഭവങ്ങൾ സംഭരിക്കുവാനുള്ള ഒരു ശേഷി എന്നിൽ ഉണ്ടാകണം. ജനിക്കുമ്പോൾ അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഞാൻ ജനിച്ച് വളരുന്ന സമയത്ത് എന്റെ ചുറ്റുപാടിൽ നിന്നും അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ, അത് കണ്ടു ബോധ്യപ്പെട്ട അതിനനുസരിച്ചുള്ള പ്രാക്ടീസിലൂടെ സ്വയം നേടുന്ന രീതിയിലാണ് ഈ ഒരു ശേഷി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അതായത് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള, അത്തരം ഒരു വിദ്യ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക. അവിടെ നമ്മുടെ സഹജാവബോധത്തെ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്, ശേഷികളെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പരിസരവുമായി അനുകൂലനം ചെയ്ത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതിലൂടെ നമ്മൾ എത്തുന്നത് എന്താണ്? അവിടെ അതിജീവിക്കാനുള്ള കഴിവാണ്. അങ്ങനെ അതിജീവനത്തിന് യുക്തരാകുവാൻ പാകത്തിൽ ഉള്ള ജന്മസിദ്ധ ശേഷി അതിനുണ്ടായിരിക്കും. അഥവാ അതിലെന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ അതിനെ ക്രമപ്പെടുത്തുന്ന ധർമ്മത്തെ, സ്വധർമ്മത്തെ അറിയിച്ച് പരിസരവുമായി കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഗുരുകുലങ്ങളിൽ നിന്നും പകർന്നിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രോസസ്സിലൂടെ ഇതിനു മുമ്പേ യാത്ര ചെയ്തവരുടെ ഒരു അറിവ്, നമ്മൾ ഇൻഡിജിനിയസ് നോളജ് എന്ന് പറയും. ആ ഇൻഡിജിനിയസ് നോളജ് എന്ന് പറയുന്ന ആ ഒന്ന് പകർന്നു കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇവിടെ രണ്ട് ഘടകങ്ങൾ, ഈ ട്രെയിൻഡ് ആകുന്ന, വിദ്യാഭ്യാസം ലഭിക്കുന്ന സത്തയും വിദ്യാഭ്യാസം നൽകുന്ന സത്തയും. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചതാണ്, എന്താണ് അധ്യാപനം എന്നുള്ളത്. അപ്പോ വിദ്യാഭ്യാസം ലഭിക്കുന്ന സത്തയ്ക്ക് സഹജാവബോധവും കഴിവും ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സത്തയ്ക്ക് പ്രാദേശികമായി ഇതെങ്ങനെയാണ്, ഇതെന്ത് വിധത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള ബോധമുണ്ടാവും, തദ്ദേശ ബോധമുണ്ടാവും, ഇൻഡിജിനിയസ് നോളജ് ഉണ്ടായിരിക്കും. അത് പരമ്പരകളിലൂടെ, ട്രയൽ ആൻഡ് എററിലൂടെ, എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്നതാണ്, ആർജിച്ചെടുക്കുന്നതാണ്, ഗുരുപരമ്പരയിലൂടെ നേടിയെടുക്കുന്നത്. ആ ഗുരുത്വ പരമ്പരയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിസരത്തെ കുറിച്ചുള്ള ബോധനം സത്തയുടെ സഹജാവബോധത്തിനും ശേഷിക്കും അനുസരിച്ച് പകർന്നു നൽകുന്നതാണ് തദ്ദേശ ബോധനം എന്ന് പറയുന്നത്. ഈ തദ്ദേശ ബോധനത്തിനാണ് ഇൻഡിജിനിയസ് നോയിങ്, ഇൻഡിജിനിയസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ആ തദ്ദേശ ബോധനമാണ് മനുഷ്യന്റെ കേവല പശ്ചാത്തലം. അതാണ് അവന് എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകുന്നത്. ഒരു പൂച്ച അതിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന കണ്ടാൽ കിടക്കുന്നിടത്തുനിന്ന് അതിന്റെ വാലിങ്ങനെ ആട്ടിക്കൊണ്ട് പൂച്ചക്കുഞ്ഞിന്റെ ഉള്ളിലുള്ള ജിജ്ഞാസയെ, അവന്റെ ആ കേളിശേഷിയെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനെ ആ ചലിക്കുന്ന ഒരു ഓബ്ജക്റ്റിന്റെ പുറകെ ചാടുവാൻ പരിശീലിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത് ആ അമ്മപ്പൂച്ചയുടെ ആ തദ്ദേശ ബോധ്യമാണ്. സഹജാവബോധവും തദ്ദേശത്തിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു ബോധം അതിനുണ്ട്. ആ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ബോധം ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ ട്രൈ ചെയ്യുന്നത്. ഇത് ജന്മസിദ്ധമായി കിട്ടുന്നതും എല്ലാ ജീവജാലങ്ങളിലും ഈ പരിശീലനത്തിന്റെ ആദ്യഘട്ടം എന്ന രൂപത്തിൽ അതിനകത്ത് എംബഡഡ് ആണ്. അതിനെയാണ് നമ്മൾ കേവല പശ്ചാത്തലം എന്ന് പറയുന്നത്. കേവലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് എന്താണോ ഉണ്ടായിരിക്കുക അത് എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ഉണ്ടായിരിക്കും. അവിടെ ജിജ്ഞാസയും സഹജവാസനയും പാരമ്പര്യ ബോധനവുമാണ് അടിസ്ഥാനമാകുന്നത്. അതായത് ഈ പഠനം നടത്തുന്ന, അധ്യയനം നടത്തുന്ന സത്തയ്ക്ക് ജിജ്ഞാസ ഉണ്ടായിരിക്കണം, സഹജവാസന ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഹജവാസനയും പാരമ്പര്യ ബോധനവും ഈ പകരുന്ന സത്തയ്ക്ക് ഉണ്ടായിരിക്കണം, ഗുരുവിന് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മേളനം, അതായത് തദ്ദേശ ബോധനം എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് ജനിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ശേഷിയാണ്. ഒരു അമ്മയിൽ നിന്നും കുഞ്ഞ് പകർന്നു കിട്ടുന്നത് അതാണ്. അപ്പോ അമ്മ, കുഞ്ഞ് എന്ന രണ്ട് ഏകങ്ങൾക്കിടയിൽ അമ്മയ്ക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവൂ. അമ്മയിൽ നിന്നും പിന്നെ അത് അച്ഛന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ, പരിസരത്തിന്റെ കയ്യിലേക്ക് എത്തുന്ന സമയത്തേക്ക് അവിടെയും ഈ തദ്ദേശ ബോധനം സിദ്ധിച്ചവരായിരിക്കണം. എങ്കിലാണ് ഈ കേവല പശ്ചാത്തലം അവർക്ക് ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജനിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ, ജനിക്കുന്ന നിമിഷം തന്നെ നമ്മൾ കുഞ്ഞിന്റെ വായിലേക്ക് ചില ദ്രവങ്ങൾ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അവനെ ഒരു വല്ലാത്ത തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞു വെക്കും. നമ്മൾ ചില വസ്തുക്കൾ ഉപയോഗിച്ച് അവരെ കുളിപ്പിക്കും.
അതിനുശേഷം പലതരം കാര്യങ്ങൾ അതിനകത്ത് കയറ്റും. അതെല്ലാം വഴി നമ്മൾ ആ കുഞ്ഞിന്റെ വഴി മാറ്റി 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 കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഇന്ന്. അപ്പോ കേവല പശ്ചാത്തലം എന്ന് പറയുന്നത് ആ കുഞ്ഞ് ജനിച്ച കാലം മുതൽ ആ കുഞ്ഞ് സ്വന്തം ജീവിതത്തെ സ്വയം കൈകാര്യം ചെയ്യാനാകുന്നത് വരെയും അവനെ കൊണ്ടുപോകുന്ന ഒരു ബോധനമാണ്. അതാണ് തദ്ദേശ ബോധനം എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് കുഞ്ഞിന്റെ പ്രാദേശികതയിൽ നിന്നും കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ്, അവന്റെ ജിജ്ഞാസ, അവന്റെ സഹജവാസന എന്നുള്ളതുണ്ടായിരിക്കും. അതിലേക്ക് അവന് പകർന്നു കിട്ടുന്നത് തദ്ദേശ ജ്ഞാനമാണ്, അല്ലെങ്കിൽ ഇൻഡിജിനിയസ് നോളജ് ആണ്. അത് സ്വീകരിക്കാനുള്ള കഴിവെന്ന് പറയുന്നതാണ് ഇൻഡിജിനിയസ് നോയിങ് എന്ന് പറയുന്നത്. തദ്ദേശ ബോധനം എന്ന് പറയുന്നത് ഇത് തന്നെ പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ളതാകുമ്പോൾ നമ്മൾ ഇൻഡിജിനിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ഇതാണ് സത്യത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും അടിസ്ഥാനപരമായി ജന്മസിദ്ധമായി കിട്ടുന്നത്, പ്രകൃതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ജന്മസിദ്ധ ശേഷികളെ പാടെ അവഗണിച്ച് പുതുലോകക്രമ പരമാധികാര വ്യവസ്ഥയെ നിലനിർത്താനുള്ള സ്ഥിതിവിവരങ്ങളും ശേഷികളും വഴി സർവകലാശാലകളിൽ ശീലിപ്പിക്കുന്ന സാർവലൗകിക സാങ്കേതിക ബോധനമാണ് വിസ്ഫോടന പശ്ചാത്തലം. അതായത് ഒരു സത്ത നിലനിൽക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി എന്തു വേണമോ അത് നൽകാതെ അവന്റെ ജന്മസിദ്ധ വാസനയെ, അവന്റെ ശേഷികളെ പാടെ അവഗണിച്ച് ഈ സത്തയെ വേറൊന്നിനു വേണ്ടി രൂപപ്പെടുത്തുകയാണ്. പുതുലോകക്രമത്തിന്റെ പരമാധികാര വ്യവസ്ഥയുണ്ടല്ലോ, ആ വ്യവസ്ഥയ്ക്കനുസരിച്ച്, കൺസ്യൂമറിസത്തിനനുസരിച്ച്, പുതിയ ഭരണക്രമത്തിനനുസരിച്ച്, പുതിയ സങ്കേതങ്ങൾക്കനുസരിച്ച് ഇവനെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വിദ്യാഭ്യാസം പരിശീലിപ്പിക്കുന്നത് പരമാധികാരികൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയാണ്. അതിലൂടെ പോകുന്നതിനാണ് നമ്മൾ ഇന്നത്തെ വർത്തമാനകാലത്തെ സ്കൂൾ എന്ന് പറയുന്നത്. അത് സർവകലാശാല എന്ന് പറയുന്ന ആ ഒരു മഹാസങ്കല്പത്തിന്റെ, പുതിയ ലോകക്രമം ഉണ്ടാക്കാനുള്ള മഹാസങ്കല്പത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോ സർവകലാശാല എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും കേന്ദ്രം എന്നുള്ള രീതിയിലാണ്. പക്ഷെ എല്ലാ കലകളും എന്ന് പറയുമ്പോൾ എന്താണത്? ജീവിതത്തിന് അനുഗുണമാകുന്ന ജീവിത കൈകാര്യ വ്യവസ്ഥയാണത്. ആ ജീവിത കൈകാര്യ വ്യവസ്ഥയ്ക്കും പ്രാദേശികതയോട് വല്ലാത്ത ബന്ധമുണ്ട്, ജൈവികതയോട് ബന്ധമുണ്ട്, ജീവിയുടെ സഹജ ബോധത്തോട് ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളെ എല്ലാം വിച്ഛേദിച്ചു കൊണ്ടാണ് സാർവലൗകിക സാങ്കേതിക ബോധനം നടത്തുന്നത്. എല്ലാ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള, യൂണിഫോം ആയിട്ടുള്ള ഒരു ക്രമം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ സ്കൂളിലേക്ക് ഒരു കുഞ്ഞിനെ വിടുമ്പോൾ അവനെ യൂണിഫോമിലേക്കാണ് നമ്മൾ ആദ്യം കയറ്റുക. യൂണിഫോം ഇട്ട് അണിഞ്ഞു പോകുന്നതാണ് കുഞ്ഞിന്റെ തലയിൽ ആദ്യമേ വരിക. ആ യൂണിഫോമിറ്റിയിലേക്ക് എത്താവുന്ന ഒരു മൈൻഡ് സെറ്റ് അവനെ ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ, കുറെ ചതുരക്കട്ടകൾ അടുക്കി വെച്ച് നമുക്ക് കാര്യങ്ങളെ ക്രമീകരിക്കുന്ന രീതിയിൽ ഒരു കൂട്ടത്തെ ഉണ്ടാക്കുന്നതിനാണ് അവിടെ ശ്രദ്ധ, വ്യവസ്ഥ ഉണ്ടാക്കാനല്ല. ഈ കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് അവരുദ്ദേശിക്കുന്ന ഒരു വ്യവസ്ഥയെ നടപ്പിലാക്കാനുള്ള ഒരു സാർവലൗകിക സാങ്കേതിക ബോധനമാണ് നടത്തുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും സത്തയ്ക്ക് സത്തയെക്കുറിച്ച് അറിയാതെയാവും, തന്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാവും, കേവല പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാതെയാവും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ കൂട്ടിപ്പിടുത്തം, ഇന്റഗ്രേഷൻ എന്നുള്ളൊരവസ്ഥ നഷ്ടമാകും. കൂട്ടിപ്പിടുത്തം നഷ്ടമാകുന്നതിനെയാണ് വിസ്ഫോടനം എന്ന് പറയുക. ആ വിസ്ഫോടന പശ്ചാത്തലമാണ് ഇത് സൃഷ്ടിക്കുന്നത്. അവിടെ അധികാരി സൃഷ്ടിച്ച സ്ഥിതിവിവരങ്ങളും സാങ്കേതിക ബോധനവുമാണ് അടിസ്ഥാനമാകുന്നത്. അധികാരിയാണ് പറയുന്നത് ഇത് എന്തു വേണമെന്നുള്ളത്. അപ്പൊ അധികാരി പറയുന്ന ഒരു കാര്യം സത്യമാണെന്നുള്ള രൂപത്തില് ഒബീഡിയൻസ് ടു അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വ്യക്തിയെ എത്തിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്ഥിതിവിവരങ്ങൾ കൊടുത്ത് പുതിയ സങ്കേതങ്ങളെ പഠിപ്പിച്ച് അതിന് അനുയുക്തനാകുന്ന ഒരു പരിപാടിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ വിസ്ഫോടന പശ്ചാത്തലത്തിലെ സാർവലൗകിക സാങ്കേതിക ബോധനം എന്ന് പറയുന്ന പരിപാടി സ്കൂളിങ്ങിലൂടെയും യൂണിവേഴ്സിറ്റിയിലൂടെയും നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ അത് സത്തയുടെ കേവലാവസ്ഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് സത്തയ്ക്ക് അതിനനുസരിച്ച് അത് എവിടെ നിൽക്കണം എന്നുള്ള ഒരു ഗുരുത്വം അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്നുള്ള സംഭവം കിട്ടാതെയാവും. അതുകൊണ്ടാണ് ഇതിന് വിസ്ഫോടന സ്വഭാവമുള്ളത്, അനന്തമായ വികാസത്തിന്റെ വിസ്ഫോടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് മനസ്സിലാവുകയുമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോ ഈ രണ്ടവസ്ഥകൾ, അത് കേവലാവസ്ഥ ഒരിടത്തുണ്ട്, ഈ വിസ്ഫോടന അവസ്ഥ മറ്റൊരു വശത്തുണ്ട്. ഈ അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കേവലാവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത് ആധുനിക കാലത്ത് ഇത്രയേറെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് സുസാധ്യവുമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു വഴിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്ന അനുകൂല പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മസിദ്ധ ശേഷികളെ നഷ്ടപ്പെടുത്താതെ
അടിസ്ഥാന പ്രായോഗികതയെ ഹരിത ഗുരുകുലങ്ങളിൽ വെച്ച് സാങ്കേതിക പരിചയത്തിലൂടെ ആർജിപ്പിക്കുന്ന ഹരിതബോധനമാണ് അനുകൂല പശ്ചാത്തലം. അതായത് ജന്മസിദ്ധികളെ കളയുന്നില്ല, ജന്മസിദ്ധികളെ നിലനിർത്തുന്നു. അവയിലേക്ക്, അതായത് അവിടെ ജിജ്ഞാസ, കഴിവ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, സഹജാവബോധമുണ്ട്. ഇവയെ കളയാതെ, ഇവയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കും, പ്രിസർവ് ചെയ്യും. അങ്ങനെ ജന്മസിദ്ധ ശേഷികളെ നഷ്ടപ്പെടുത്താതെ അടിസ്ഥാനപരമായ അതിജീവനത്തിന് എന്താണോ വേണ്ടത്, ആ അതിജീവനത്തിന് വേണ്ടത് നമ്മൾ അവിടെ പ്രാപ്തം. അടിസ്ഥാന അതിജീവനം എന്ന് പറയുന്നത് എന്താണ്? അവന് ശരിയാം വിധം അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അറിയുക, അവന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുക, അവന് വേണ്ടുന്ന താമസിക്കാൻ വേണ്ടുന്ന വീട് കെട്ടാൻ അറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് മറ്റൊന്നുമില്ലെങ്കിലും ഇവന് ജീവിക്കാൻ പറ്റും, മറ്റെല്ലാം നശിച്ചു പോയാലും ഇവൻ അവിടെ അതിജീവിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള അതിജീവന ശേഷി പ്രാപ്തമാക്കുവാൻ, അവന് അതിജീവന ശേഷി നൽകുവാൻ വേണ്ടി സുസ്ഥിരതയുടെ അടിസ്ഥാന പ്രായോഗികത എന്താണ്, അതിനെ പകർന്നു നൽകുന്ന ഗുരുകുലങ്ങൾ, ഹരിത ഗുരുകുലങ്ങൾ. ഹരിതം എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായി കേന്ദ്രീകരിച്ചത്, പ്രകൃതി കേന്ദ്രിതമായത് എന്നുള്ളതാണ് അർത്ഥം. ഗുരുകുലം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, ഗുരു പരമ്പരയുണ്ട്, പാരമ്പര്യ ജ്ഞാനമാണ്. അവിടെ വെച്ച് സാങ്കേതിക ജ്ഞാനം നൽകുന്നു. അതായത് ഈ പരിസരത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ള സാങ്കേതിക ജ്ഞാനം നൽകുന്നു. അപ്പോൾ ഇവന്റെ സഹജാവബോധം നഷ്ടമാകുന്നില്ല, അവന്റെ ജീവിത ധർമ്മത്തെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടമാകുന്നില്ല, ഗുരുത്വം നഷ്ടമാകുന്നില്ല, പാരമ്പര്യ ജ്ഞാനം അവന് നഷ്ടമാകുന്നില്ല. ഇവയൊന്നും നഷ്ടമാകാതെ അവനെ സാങ്കേതിക പരിചയത്തിലൂടെ, സാങ്കേതികമായിട്ടുള്ള പരിശീലനമല്ല, സാങ്കേതിക പരിചയത്തിലൂടെ വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള ഹരിതബോധം. ഇതാണ് അനുകൂല പശ്ചാത്തലം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇക്കോ വില്ലേജുകളിൽ, സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളിൽ നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി ഇതാണ്. തദ്ദേശ ബോധനവും പാരമ്പര്യ ബോധനവും സാങ്കേതിക പരിചയവുമാണ് ഇതിനടിസ്ഥാനം. തദ്ദേശ ബോധനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, പ്രാദേശികമായിട്ടുള്ള നോളജ്, ഇൻഡിജിനിയസ് ആയിട്ടുള്ള നോളജ്, പാരമ്പര്യ ജ്ഞാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവന് നഷ്ടപ്പെടുത്തുന്നില്ല, അത് നമ്മൾ അവന് പകർന്നു നൽകുന്നു. രണ്ടാമത് പാരമ്പര്യ ബോധനം. തദ്ദേശ ബോധനം എന്ന് പറയുന്നത് ആ ഇൻഡിജിനിയസ് നോയിങ് എന്നുള്ള അവന്റെ അകത്തുള്ള സ്വയമുള്ള തിരിച്ചറിവാണെങ്കിൽ, പാരമ്പര്യ ബോധനം എന്ന് പറയുന്നത് പാരമ്പര്യ ജ്ഞാനത്തിലൂടെ നമ്മൾ സിദ്ധിച്ചതെന്ത്, തലമുറയായി നമുക്ക് പകർന്നു കിട്ടിയതെന്ത്, ഈ ബോധനം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല, അത് അവനിലേക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോ അവന് അവന്റെ പരിസരവുമായി ചേർന്നിണങ്ങി നിൽക്കാനുള്ള അടിസ്ഥാന ഗുണമായി അനുകൂലനം ചെയ്യാനുള്ള, അതായത് അതിജീവനത്തിനായിട്ട് അനുകൂലനം എന്ന് വെച്ചാൽ അഡാപ്റ്റേഷൻ. അപ്പോ അവന്റെ പരിസരവുമായി ചേർന്നിണങ്ങി അനുകൂലനം ചെയ്തു പോകുവാനുള്ള ബോധം കിട്ടി. അത് മാത്രം മതിയോ? വർത്തമാനകാലം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വർത്തമാനകാല ഉപകരണങ്ങളും വർത്തമാനകാല സങ്കേതങ്ങളെയും സാങ്കേതിക പരിചയത്തിലൂടെ അവന് നൽകും. ആധുനിക കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ആ മൊബൈൽ ഫോൺ എന്നുള്ള കാര്യമാണ് പരിചയമാകണം. നിയമം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പരിചയമാണ്, വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പരിചയമാകണം. അപ്പോ ആധുനിക കാലത്തെ കാര്യങ്ങൾ അവന് പകർന്നു കിട്ടുന്നുണ്ട്, പക്ഷെ അവന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ, അടിസ്ഥാന ഗുണങ്ങളെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്ന അനുകൂല പശ്ചാത്തലം എന്ന് പറയുന്നത്. ഗ്രീൻ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി, സമഗ്രമായ ഹരിതബോധനം അഥവാ ഗ്രീൻ സ്കൂളിംഗ് കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് സുസ്ഥിരത സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. സുസ്ഥിരത നിലനിൽക്കണമെങ്കിൽ ഈ വിസ്ഫോടനത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് വഴിമാറും. കേവലാവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന പാകത്തിലല്ല നമ്മുടെ സാമൂഹ്യ നിർമ്മിതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോകക്രമത്തിൽ കേവലമായിട്ടുള്ള അതിജീവന സങ്കേതങ്ങളും അതിജീവന ശേഷിയും നഷ്ടപ്പെടുത്താതെ ആധുനിക ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനാണ് ഗ്രീൻ സ്കൂളിംഗ് എന്ന് പറയുക. ഇത്തരം ഗ്രീൻ സ്കൂളിംഗ് കൊണ്ട് മാത്രമേ നമുക്ക് സുസ്ഥിരത എന്നുള്ളൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് എർത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ ഭൂമി എന്ന് പറയുന്ന ഗ്രീൻ സ്കൂളിംഗ് പദ്ധതിയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമുക്കൊരു ക്യാമ്പസിൽ വെച്ച് അത് നടത്താനുള്ള ഒരു പശ്ചാത്തലം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. കാരണം ആ ബോധനം, ഹരിത ബോധനം എന്നുള്ളത് അവിടെ നൽകിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. എല്ലാവരെയും മാറ്റാൻ നമുക്ക് കഴിയണമെന്നില്ല. ഇത് സത്യത്തിൽ ലോകത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമായിരിക്കണം. അങ്ങനെ ഒരു സ്റ്റേറ്റ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സുസ്ഥിര ജീവന സമൂഹങ്ങളാണ് ഈ ഒരു ധർമ്മം നിർവഹിക്കേണ്ടത്, ഇത്തരമൊരു ഗ്രീൻ സ്കൂളിംഗ് നിർവഹിക്കേണ്ടത്. ഈ പാഠങ്ങളിലൂടെ പോകുന്ന ഓരോരുത്തരും അവരവരിൽ നിൽക്കുന്ന പ്രദേശത്തെ തദ്ദേശ ബോധനത്തിന്റെ ഹരിത വിദ്യാലയത്തിന്റെ കേന്ദ്രങ്ങളായി തീരണം എന്നൊരു ആഗ്രഹം കൂടെ ഞാനിവിടെ പ്രകടിപ്പിക്കുക.
നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇത്തരം ബോധനങ്ങൾ നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ചുവടെങ്കിലുമാണ്. അപ്പൊ ഇത്തരം ഒരു പദ്ധതിയിലേക്ക്, ഇത്തരം ഒരു ജീവിത പരിസരത്തേക്ക് നിങ്ങൾ ചുവട് മാറിക്കൊണ്ടാണ് ഈ ഒരു പ്രായോഗികതയിലേക്ക് കൈകോർക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിപ്പെട്ടാൻ പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.